ഉണ്ടാക്കുമെങ്കിലും അത് അമേരിക്കയെ തകർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ന് അറേബ്യൻ രാജ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ഫായിസ് പറയുന്നത് പല വിഷയങ്ങളിലും അവരിപ്പോ തർക്കം നടക്കുന്നുണ്ട്, അവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഫലസ്തീനെ ശ്രദ്ധിക്കുന്നില്ല. അവര് ഒന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഇവരെ ചെറുത്താൻ കഴിയാം എന്നാണ്. അറേബ്യൻ രാജ്യങ്ങൾ തമ്മിൽ തന്നെ വലിയ ഈഗോ പ്രശ്നത്തിലാണ്. പല കരാറുകളും മറ്റു രാജ്യങ്ങളുമായി അവർ ഈഗോ പ്രശ്നത്തിലാണ്. അവർ ഒന്നിനെതിരെ ഒന്നായി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നിനെ പണമെറിയുമ്പോൾ അതിന്റെ വലുതിനെ മറ്റു അറേബ്യൻ രാജ്യങ്ങൾ പണമെറിഞ്ഞ് അവർ ഈഗോ, വലിയൊരു ഈഗോ ഇല്ലായിരുന്നു അത് തീർച്ചയായും. ഓക്കെ മിസ്റ്റർ ഫൈസ്, ഞങ്ങളുടെ ഈ ടേബിൾ ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ പല ചർച്ചകൾ കേട്ടിട്ടുണ്ടാകും. ഇതിൽ നിന്ന് ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം ഞാൻ പറയുന്നു. തീർച്ചയായും നിങ്ങൾക്ക് പലർക്കും യോജിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അറബ് രാജ്യങ്ങൾ സ്വതന്ത്രമല്ലാതെ അവരിങ്ങനെ ചില രാജ്യങ്ങൾക്ക് അടിമയായി കഴിയുമ്പോൾ അവരങ്ങനെ കഴിയാതെ ഒറ്റക്കെട്ടായി അവർ കൈകോർത്ത് സ്വന്തമായി ജനങ്ങൾ ആ രാജ്യത്തിലെ ജനങ്ങൾ പറയുന്നത് പോലെ, ജനങ്ങൾ ഭൂരിഭാഗവും ഇസ്രായേലിനെ എതിരെ പറഞ്ഞുകൊണ്ട് ഫലസ്തീനൊപ്പം നിൽക്കുന്നവരാണ്. കാരണം മനസ്സാക്ഷിയുള്ള ആർക്കും അങ്ങനെ കഴിയുകയുള്ളൂ. അങ്ങനെ ജനങ്ങൾ പറയുമ്പോൾ രാജാക്കന്മാർ അതിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ്. തീർച്ചയായും അവരൊക്കെ ഒന്നിച്ച് കൈകോർത്ത് ഒരൊറ്റക്കെട്ടായി ഈ ഒരു ഫലസ്തീൻ പ്രശ്നത്തെ, ആ പ്രശ്നത്തെ അവർ ഏറ്റെടുത്ത് അമേരിക്കയോടും ഇസ്രായേലിനോടും പൊരുതി കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് അവർ സ്വതന്ത്രമായ ഒരു തീരുമാനത്തിലെത്തി ഫലസ്തീൻ കുഞ്ഞുങ്ങളെ, കുരുന്നു പൈതങ്ങളെ രക്ഷിക്കണം എന്നിവിടെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ടേബിൾ ടോക്ക് സംസാരം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.